ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ അരുവിക്കര ഡാമിലേക്കൊന്ന് പോയായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ സൈഡിലൊരു പാർക്കുണ്ട്, ശിവ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പാർക്കിലോട്ടൊന്ന് കയറി. വളരെ മോശം ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് ഇപ്പോൾ. അവിടുത്തെ റൈഡ് മുഴുവനും നശിച്ചിരിക്കുകയാണ്. ഒരു റൈഡ് പോലും നല്ലതായിട്ടില്ല. ഫുള്ള് കംപ്ലൈൻറ്റും ഈ ഇരുമ്പിൻ്റെ റൈഡുകളൊക്കെ ദ്രവിച്ച് തുരുമ്പായി, പ്ലാസ്റ്റിക്കുകളെല്ലാം പൊട്ടി, ഒരു റൈഡ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 10 വർഷം മുന്നേ സ്ഥാപിച്ച പാർക്കാണിത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേ സാധനം അതുപോലെ വെച്ചിട്ടുണ്ട്. യാതൊരുവിധ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് ആകപ്പാടെ 4 ഡാമുകളേ ഉള്ളൂ. അതിലൊരു ഡാമാണിത്. പുതിയൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഉള്ളതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം എന്നെങ്കിലും ഇതിൻ്റെ നടത്തിപ്പുകാർ ചിന്തിക്കണം. കേരളത്തിലെ ടൂറിസം വളരെ മോശം അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് 10 രൂപ എൻട്രി ഫീസ് വാങ്ങിച്ചിട്ട് ആ കാശ് കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുമൂലം ഒരു 2-3 പേർക്കെങ്കിലും ജോലി കിട്ടുകയും ചെയ്യും. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അന്ന് വെച്ചു, അതുപോലെ ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ അധികാരികൾ അത് കാണുന്നുണ്ടോ അതോ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ ഒന്നും അറിഞ്ഞുകൂടാ. ഒരു പഞ്ചായത്തിൻ്റെ കീഴിലൊരു ഡാം ഉള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതവർ ഒട്ടും വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന് തന്നെയാണ് അതിൻ്റെ ഗുണം. ഇത് ഗവൺമെൻറ്റിനും അതിൻ്റെ ഗുണമുണ്ട്. ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം.